ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മാംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ 4 മണി പലഹാരമായിട്ടാണ്. പഴവും ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ചായക്കടയിലൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു പഴം വടയില്ലേ, അതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിന്നിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ ഇതേപോലെ ഒരു വലിയ അത്യാവശ്യം വലിപ്പമുള്ള നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. പഴുത്ത പഴമായി കഴിഞ്ഞാൽ അത്രയും നല്ലത്. അപ്പോൾ ഞാനിവിടെ ഒത്തിരി പഴുത്ത പഴമല്ല, ഒരു മീഡിയം സൈസായിട്ടുള്ള പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ പഴം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് മിക്സിയിലൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ മിക്സിക്ക് ഒത്തിരി പ്രഷർ കൊടുക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഒരുപോലെ അരഞ്ഞു കിട്ടും ചെയ്യും. അപ്പോൾ ഞാൻ ഈ പഴം ഒന്ന് അരിഞ്ഞു കൊടുക്കുന്നുണ്ട്, ഈ ഒരു മിക്സി ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തത് ഇതിനകത്തോട്ട് നമുക്ക് പഞ്ചസാര ചേർക്കണം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന നേന്ത്രപ്പഴത്തിന് അത്യാവശ്യം നല്ല മധുരമുള്ളത് കൊണ്ടാണ് ഒത്തിരി അങ്ങ് മധുരം ചേർക്കാത്തത്. അപ്പോൾ ഒരു 1/4 കപ്പ് ചേർത്തിട്ടുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കൂട്ടത്തിൽ 2 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ള് ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരൊറ്റ നുള്ള് മാത്രം മതി ഒരു നേന്ത്രപ്പഴത്തിന്, ഒരൊറ്റ നുള്ള് ജീരകത്തിൻ്റെ പൊടി. ഇനി അതില്ലാന്ന് ഓർത്ത് കുഴപ്പമില്ല, മുഴുവൻ ജീരകം നമ്മൾ പിന്നീട് ഇടുന്നുണ്ട്, അപ്പോൾ അത് ഞാൻ പറയാം. ഇനിയിപ്പോൾ നമ്മൾ ഇത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരണം. ഞാൻ ഏകദേശം ഒരു 40 സെക്കൻഡ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ ഈ ഒരു കണക്കിന് നല്ല പേസ്റ്റ് പോലെ വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, ചെറിയ ജീരകം എന്നൊക്കെ പറയത്തില്ലേ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3/4 ടീസ്പൂണോളം കറുത്ത എള്ളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതൊരു കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ക്രിസ്പിയും ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിനി ആ ഒരു കറുത്ത എള്ളിങ്ങനെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് ചേർക്കേണ്ട കാര്യമില്ല. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിതെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാനിവിടെ ഒരു 3/4 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഓരോരുത്തരുടെ കണക്കാണ് കേട്ടോ. ഇപ്പം 3/4 കപ്പ് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി നോക്കുക. അതിനുശേഷം ഇനി കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ എന്താണെങ്കിലും ആദ്യമേ തന്നെ 1 കപ്പൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, ആദ്യമേ തന്നെ 3/4 കപ്പേ കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇച്ചിരി ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, എങ്കിൽ പോലും ഇച്ചിരി ഒരു 1/4 കപ്പിൻ്റെ കൂടെ കുറവ് ഉണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ ഒരു 1/4 കപ്പും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ ഒരു ഗോതമ്പ് പൊടിയും കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പക്കാരത്തിൻ്റെ പൊടി എന്നൊക്കെ പറയുന്നത് തന്നെയാണ്. അതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക, കൂടുതൽ ചേർക്കരുത്. എന്നിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അടുത്തത് ഇതിനകത്തോട്ട് ഞാൻ റവ ചേർത്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ റവ, അത് വറുക്കാത്തതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് ചേർത്ത് കൊടുക്കുക. അതുപോലെ 1 നുള്ളു ഉപ്പ് ചേർക്കാം, ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ ഇതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അവസാനം നിങ്ങൾക്ക് കാണാൻ പറ്റോട്ടോ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഒത്തിരി ലൂസായിട്ടുമല്ല, എന്നാൽ ഒത്തിരി ടൈറ്റായിട്ടുമല്ല. നമ്മളിതൊരു വട പോലെയൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിതുപോലെ നടുക്കിലൊരു ഹോളിടാൻ മാത്രമുള്ള ഒരു കട്ടി വേണം. നമ്മൾ ഉഴുന്നുവടക്കൊക്കെ എടുക്കുന്നില്ല, ആ ഒരു പരുവാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഗോതമ്പ് പൊടി ആയതുകൊണ്ട് ഇച്ചിരി മുറുക്കായിട്ടാണ് ഇരിക്കുന്നത്, ഇച്ചിരി ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. അത് കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കണം. 1 മണിക്കൂർ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അതിനേക്കാളും കൂടുതൽ സമയമൊന്നും വേണ്ട. ആ ഒരു റവയൊക്കെ സോഫ്റ്റ് ആവാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് 1 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇവിടെ 1 മണിക്കൂർ കഴിഞ്ഞു. ഇതിപ്പോൾ കണ്ടോ, ഇച്ചിരി ഞാനൊന്ന് തൊട്ട് നോക്കിയപ്പോൾ കണ്ടോ അത് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് കൈ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് നമുക്കത് മിക്സ് ചെയ്തെടുത്ത് ഇനി നമുക്കിത് പെട്ടെന്ന് വറുത്തെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് മുൻപ് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡിയാണ്. ഇനി നേരിട്ട് അങ്ങ് വറുക്കുക. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ചൂടാക്കി എടുക്കുന്നത്.
അങ്ങനെ എണ്ണയൊക്കെ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മാവ് ഒന്ന് കയ്യിൽ ഒന്ന് അതിനു മുൻപ് ഒരു കാര്യം പറയാൻ മറന്നുപോയി. കയ്യിൽ നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത വെള്ളം ഒന്ന് നനച്ചെടുക്കുക. എന്നിട്ട് മാവ് എടുക്കുക, നടുക്കിൽ ഇതുപോലെ ഒരു നമ്മുടെ തള്ളവിരൽ വെച്ചിട്ട് ഒരു ചെറിയൊരു ഓട്ട ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ വടയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇതേപോലെ എന്നിട്ട് ഇത് എണ്ണയിലോട്ട് പതുക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഇതിൻ്റെ നിറം ഒന്ന് മാറി വരുന്നത് വരെ, ഇതൊരു നല്ലൊരു നമ്മൾ ഉണ്ണിയപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു നിറം ഉണ്ടല്ലോ, ആ നിറം ആവുന്നത് വരെ നമുക്കൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇത് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, വളരെ സോഫ്റ്റാണ്. നമ്മൾ സാധാരണ വടകളൊക്കെ കഴിക്കുന്നതാണ്, ഉഴുന്നുവട, നമ്മൾ അല്ലെങ്കിൽ ബ്രെഡ് കൊണ്ടുള്ള വട, അവല് കൊണ്ടുള്ള വട. എന്നാൽ ഇത് തികച്ചും വ്യത്യസ്തമായിട്ട് പഴം കൊണ്ടുള്ള ഒരു വടയാണ്. ഇത് ഞാൻ ചായക്കടയിൽ നിന്നൊക്കെ കഴിക്കാറുണ്ട് നാട്ടിലൊക്കെ പോകുമ്പോൾ. അപ്പം ഞാൻ ഈ അടുത്താണ് എനിക്ക് ഇതിൻ്റെ റെസിപ്പി കിട്ടിയത്. അത് ഞാൻ അമ്മ വഴി ചോദിച്ച ഒരാളെ കൊണ്ട് ചോദിപ്പിച്ചിട്ടാണ്. എനിക്കറിയത്തില്ലായിരുന്നു ഇതിൻ്റെ റെസിപ്പി ഇങ്ങനെയാണെന്നുള്ളത്. അപ്പം ഇന്ന് എന്തായാലും അതിൻ്റെ റെസിപ്പി കിട്ടി. ഞാൻ വീട്ടിൽ ട്രൈ ചെയ്തു. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഇത് ഞങ്ങളൊരു 3ാമത്തെ തവണയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓർത്ത് ഇപ്രാവശ്യം എന്തായാലും നേന്ത്രപ്പഴം കിട്ടുമ്പോൾ ഇത് ഒരു തവണയും കൂടെ ഉണ്ടാക്കി നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന്. അപ്പോൾ ഇനി എന്താണെങ്കിലും ഇതിൻ്റെ നിരക്കൊന്ന് മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു നിറത്തിൽ വന്നിട്ടുണ്ട്. ശരിക്കും ഒരു ഉഴുന്നുവടയൊക്കെ ഒരു നിറം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ആ ഒരു കറുത്ത എള്ളിൻ്റെ ഒക്കെ ഒരു കളറും കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല രസമുണ്ട് കാണാനായിട്ട്. ടേസ്റ്റും അതിലേക്കാളും സ്വാദാണ് കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിനകത്തോട്ടൊന്ന് മാറ്റിയിടാം. ഇനി അടുത്തത് ഞാൻ ഇത് കാണിക്കാൻ പോകുന്നത്, ഇപ്പം എല്ലാവർക്കും ഇത് വട പോലെ കഴിക്കണമെന്ന് അല്ലെങ്കിൽ വട പോലെ ഉണ്ടാക്കാനായിട്ട് ചിലപ്പം മെനക്കെടാൻ ബുദ്ധിമുട്ടൊക്കെ കാണും. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വെറുതെ നമ്മുടെ കയ്യിലെടുത്തിട്ട് ഇതേ കണക്കിന് ഒന്ന് ഇട്ടിട്ട് കൊടുത്താൽ മതിയാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഇതാവുമ്പോഴത്തേക്കും ഒരു നല്ലൊരു ബോണ്ടയൊക്കെ കഴിക്കുന്നത് പോലെ ആ ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പം ഞാൻ അതുപോലെയും ഞാനൊന്ന് ആക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെയും ഇതിൻ്റെ നിറമൊക്കെ മാറി നല്ല ഉരുണ്ട് നല്ല ഭംഗിയിൽ നല്ല കളറിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇച്ചിരി കൂടെ കളറിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക. അതിനുശേഷം കുറച്ച് സമയമിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ചെറിയൊരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ടല്ലോ, ആ ഒരു കളറിലോട്ട് കിട്ടും. അപ്പം ഞാനിപ്പോൾ ഈ ഒരു കളറിലങ്ങ് എടുക്കുവാണ്. ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുമുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ട് നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിനകത്തോട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ ഈ ഒരു പഴംവട ഇവിടെ റെഡിയാണ്. ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ എൻ്റെ അടുത്ത് പുറകെ നിൽപ്പുണ്ട് കേട്ടോ. ഈ പഴം കൊണ്ട് എന്തുണ്ടാക്കിയെന്നാലും ഇവിടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമാണ്. അതുപോലെ തന്നെയാണ് വളരെ സോഫ്റ്റ് അല്ലേ പഴം കൊണ്ടാകുമ്പോഴത്തേക്കും. ഇവർക്ക് പഴം ഇങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ, പഴുത്ത പഴം നമ്മൾ അങ്ങനെ കഴിക്കാൻ കൊടുക്കുമ്പോഴാണ് ഇവർക്ക് ഇഷ്ടമില്ലാത്തത്. ഇതേപോലെ നമ്മൾ അടിച്ച് ഇങ്ങനെ ഓരോ സ്നാക്കൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇവർക്ക് അറിയ പോലും ഇല്ല. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർക്കിത് പഴം കൊണ്ടാണെന്നുള്ള തിരിച്ചറിവ് പോലും ഉണ്ടാവില്ല. അത്രയും സോഫ്റ്റായിട്ടും എന്നാൽ പുറമേക്ക് ഒരു ചെറിയൊരു ക്രിസ്പിനെസ് ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയും കൂടിയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഒരു ചൂട് കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാൻ സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും പഴം ഉണ്ടാവുന്നതാണ്. പിന്നെ ഇത് നേന്ത്രപ്പഴം കൊണ്ട് മാത്രമല്ല, നേന്ത്രപ്പഴം കൊണ്ടാകുമ്പോൾ ഇച്ചിരി കൂടെ രുചി കൂടുതലാണെന്ന് മാത്രം. ഏത് പഴം വെച്ചിട്ട് വേണമെങ്കിലും നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.